आज सूखेपन का वर्णन करने वाली एक चित्रकथा हम पढ़े. ठीक है? കൂട്ടുകാരെ, നിങ്ങൾക്ക് ചിത്രകഥ ഇഷ്ടമല്ലേ? മലയാളത്തിലെ ധാരാളം ചിത്രകഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ചിലർ ഇംഗ്ലീഷിലും വായിച്ചിട്ടുണ്ടാവും. ഹിന്ദിയിലും അതുപോലുള്ള ചിത്രകഥയുണ്ട്. രസകരമായ ചിത്രകഥയാണ് കേട്ടോ. എങ്കിൽ ജലക്ഷാമത്തിന്റെ ബുദ്ധിമുട്ട് വർണ്ണിക്കുന്ന ഒരു ചിത്രകഥ നമുക്ക് പഠിച്ചാലോ? ചിത്രകഥ का नाम क्या है? बारिश कैसे मिली? मഴ എങ്ങനെ കിട്ടി? अच्छा बताइए, इसके पात्र कौन कौन हैं? बगुला है, बगुला. और कौन है? बंदर. കൊക്കും കുരങ്ങനും വളരെ വിഷമത്തിലായിരുന്നു. കൊക്കിന് വല്ലാതെ ദാഹിച്ചു. കൊക്ക് ചോദിച്ചു, വല്ലാതെ ദാഹിക്കുന്നു, എന്തു ചെയ്യാം? കുരങ്ങനും വല്ലാത്ത ദുഃഖത്തിലായിരുന്നു. കുരങ്ങൻ പറഞ്ഞു, ഒരിടത്തും ജലമില്ല, നമുക്ക് മഴയെ അന്വേഷിക്കാം. അവർ രണ്ടുപേരും മഴ അന്വേഷിച്ച് പിന്നീട് എത്തിച്ചേർന്നത് പൂച്ചയുടെ അടുത്താണ്. പൂച്ചയോട് ചോദിച്ചു, മഴയെ എവിടെയെങ്കിലും കണ്ടോ? മഴ മേഘത്തിൻ്റെ അടുത്താണുള്ളത് എന്ന് പൂച്ച മറുപടി കൊടുത്തു. ഇവർ മൂവരും മേഘത്തെ അന്വേഷിച്ച് പുറപ്പെട്ടു. നടന്നു നടന്ന് അവർ ഒരു ആടിൻ്റെ അടുക്കലെത്തി. ആടിനോട് മേഘം എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചു. ആട് പറഞ്ഞു, മേഘം വൃദ്ധനായ ബബൂൽ മരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെല്ലാവരും ചേർന്ന് ബബൂൽ മരത്തിന്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി കാളയുടെ അടുത്തേക്ക് എത്തി. കാളയോട് ചോദിച്ചു, വൃദ്ധനായ ബബൂൽ മരം എവിടെയാണുള്ളത്? അത് ഒരു ചെറിയ ഫലവൃക്ഷത്തോട്ടത്തിലാണുള്ളത് എന്ന് കാള മറുപടി കൊടുത്തു. തുടർന്ന് അവരെല്ലാം ഫലവൃക്ഷത്തോട്ടത്തിൽ എത്തിച്ചേർന്നു. അവിടെ അവർ കണ്ട കാഴ്ച വൃദ്ധനായ ബബൂൽ മരത്തിൻ്റെ മുള്ളുകളിൽ കുടുങ്ങിക്കിടക്കുന്ന മേഘത്തെയാണ്. കുരങ്ങൻ ഇത് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, അയ്യോ കഷ്ടം, മേഘം അതാ മുള്ളുകളിൽ കുടുങ്ങിക്കിടക്കുന്നു. മറ്റുള്ള മൃഗങ്ങളെല്ലാം പറഞ്ഞു, വരൂ നമുക്ക് മേഘത്തെ രക്ഷിക്കാം. കൂട്ടുകാരെ, തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കൂട്ടുകാരെ, നമുക്ക് കോൻ ബോല എന്ന ഈ വർക്ക്ഷീറ്റ് പരിചയപ്പെട്ടാലോ? ചിത്രകഥ നോക്കി ഈ പറയുന്നത് ആര് പറഞ്ഞു എന്ന് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതി നോക്കൂ. ഭയ്യ ബഹുത് പ്യാസ് ലഗി ഹേ. ഇത് പറഞ്ഞത് ആരാണ്? ബഗുല യാ ബന്ദർ? രണ്ടാമത് നോക്കൂ, ചലോ ബാരിഷ് കോ ഢൂഢേം. ബഗുല ആണോ ബന്ദറാണോ? മൂന്നാമത്തത് നോക്കൂ, പാനി കഹീ നഹി. ബഗുല, ബന്ദർ, ഇവയിൽ ഏതാണ് ശരി ഉത്തരമെന്ന് കൂട്ടുകാർ തിരഞ്ഞെടുത്ത് എഴുതുക. ബാരിഷ് മിലേഗി ബാദൽ കെ പാസ്. ഇത് പറഞ്ഞത് ബഗുല യാ ബില്ലി? അടുത്ത് നോക്കാം, ബാദൽ ബൂഠെ ബബൂൽ മേ ഫസാ ഹേ. ഇത് പറഞ്ഞത് ബില്ലി യാ ബക്കരി? അടുത്ത സംഭാഷണം നോക്കാം, ബബൂൽ ഉധർ ബാജി കെ പാസ്. ഇത് പറഞ്ഞത് ബക്കരി യാ ബൈൽ? അടുത്ത് നോക്കൂ, ബാപ് രേ बेचारा कांटों में फंसा हुआ है. बकरी या बंदर? ചലോ ബച്ചായേം. ഇത് പറഞ്ഞത്
ഉത്തരം ബന്ദർ യാ ബാക്കി ജാൻവർ. കൂട്ടുകാർ ശരി ഉത്തരം എഴുതി അധ്യാപികയെ തീർച്ചയായും കാണിക്കുക. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഭയ്യ ബഹുത് പ്യാസ് ലഗി ഹെ. ഇതാരാ പറഞ്ഞേ? ബഗുല. രണ്ടാമത്തേതോ? ചലോ ബാരിഷ് കോ ഢൂണ്ടേം. ഇതാര് പറഞ്ഞു? ബന്ദർ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. പാനി കഹീ നഹി. ഇതാരാണ് പറഞ്ഞത്? ബന്ദർ. നാലാമത്തേതോ? ബാരിഷ് മിലേഗി ബാദൽ കെ പാസ്. ഇതാരാണ് പറഞ്ഞത്? ബില്ലി. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ബാദൽ ബൂഢേ ബബൂൽ മേം ഫസാ ഹെ. ഇതാരാ പറഞ്ഞേ? ബക്കരി. ആറാമത്തെ ചോദ്യം എന്താണ്? ബബൂൽ ഉധർ ബാഡി കെ പാസ് ഹെ. ഇതാരാ പറഞ്ഞേ? ബൈൽ. ഏഴാമത്തെ ചോദ്യമോ? ബാപ്രേ ബേച്ചാര കാണ്ടോ മേ ഫസാ ഹെ. ഇതാരാണ് പറഞ്ഞത്? ബന്ദർ. എട്ടാമത്തെ ചോദ്യം നോക്കാം. ചലോ ബച്ചായേം. ഇതാരാണ് പറഞ്ഞത്? ബാക്കി ജാൻവർ. ഇതിലെ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഹാ, ബഗുല, बंदर, ठीक है. अगला बिल्ली और, ठीक है, बगुला, बंदर, बिल्ली और सही है बकरी. फिर हाँ बैल. വൃദ്ധനായ ബബൂൽ മരത്തിന്റെ മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന മേഘത്തെ അവർ രക്ഷിച്ചു കാണുമോ? കൂട്ടുകാരെ പറയാമോ? രക്ഷിച്ചു കാണുമോ? നോക്കാം അടുത്ത ചിത്രം. बच्चों आपने दृश्य देखा, क्या लिखा है? पढ़िए. सबने मिलकर बादल को बचाया. मिलकर ഒരുമിച്ച് ചേർന്ന്. सब जानवरों ने मिलकर क्या किया बताइए? सबने मिलकर बादल को बचाया. എല്ലാ പേരും ചേർന്ന് മേഘത്തെ മുള്ളുകളിൽ നിന്ന് രക്ഷിച്ചു. തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? അടുത്ത ചിത്രം നോക്കൂ. പാനി ബരസ്നെ ലഗാ. സബ് നാച്നെ ലഗേ. പാനി ബരസ്നെ ലഗാ. മഴ പെയ്യാൻ തുടങ്ങി. സബ് നാച്നെ ലഗേ. नाचने लगे. नृत्यं ചെയ്യാൻ തുടങ്ങി. उनमें कौन सा भाव है? नाचने वाले उन जानवरों में कौन सा भाव है बताइए? ठीक है, खुशी का भाव है. അവരുടെ സന്തോഷത്തിന് കാരണം എന്താണ്? പറയൂ. പാനി ബരസ്നെ ലഗ യാ ബാരിഷ് ഹോനെ ലഗി. മഴ പെയ്യാൻ തുടങ്ങി. അതാണ് അവരുടെ സന്തോഷത്തിന് കാരണം. बच्चों बारिश कैसे मिली चित्रकथा यही समाप्त होती है. ഈ ദൃശ്യങ്ങളിൽ കൂട്ടുകാർ എന്തെല്ലാമാണ് കണ്ടത്? പറയൂ. അതെ, ടീലോങ്ക ഗിരാന, മലകൾ ഇടിച്ചു നിരത്തൽ. പേടോങ്കി കട്ടായി, മരങ്ങൾ വെട്ടി നശിപ്പിക്കൽ. വായു പ്രദൂഷൺ, വായു മലിനീകരണം. और जल प्रदूषण, ജലമലിനീകരണം. ഇവയെല്ലാം മനുഷ്യന്റെ സ്വാർത്ഥത കാരണമുണ്ടാകുന്ന സ്ഥിതിവിശേഷങ്ങളാണ് കൂട്ടുകാരെ. ഈ മുള്ളുകളിൽ നിന്നും, അതായത് ഈ തടസ്സങ്ങളിൽ നിന്നും പ്രകൃതിയെ രക്ഷിച്ചാലേ
നമുക്ക് കൃത്യമായ സമയങ്ങളിൽ മഴ ലഭിക്കുകയുള്ളൂ. तो बच्चों बोलिए, प्रकृति की सुरक्षा के लिए हम क्या कर सकते हैं? പ്രകൃതിയെ രക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കൂട്ടുകാരെ? पेड़ों का संरक्षण करना है, മരങ്ങൾ സംരക്ഷിക്കണം. നയേ പേട് ലഗാനെ ഹൈ, പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. പ്രകൃതി സെ പ്യാർ കർനാ ഹൈ, പ്രകൃതിയെ സ്നേഹിക്കണം. നദി നാലോങ്ക സംരക്ഷൺ കർനാ ഹൈ, നദികളും തോടുകളും ജലാശയങ്ങളും എല്ലാം സംരക്ഷിക്കണം. മഴ വരുമ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് നമുക്ക് ഹിന്ദിയിൽ ഒരു വിവരണം തയ്യാറാക്കിയാലോ കൂട്ടുകാരെ? हम एक विवरण तैयार करें. बारिश के आने पर प्रकृति में क्या क्या बदलाव आते हैं? കൂട്ടുകാർക്ക് ഈ സൂചനകൾ സഹായകമാകും. നോക്കൂ, खेतों में फसल होती है. क्या है? खेतों में फसल होती है. नदी में पानी भर जाता है. पेड़ पौधे हरे भरे हो जाते हैं. कुओं में, किणरुകളിൽ कुओं में पानी भर जाता है. तालाबों में पानी भर जाता है. आकाश में बादल उठता है. बिजली चमकती है. पानी बरसता है. सब जीव जंतु खुश होते हैं. पुस्तकത്തിലെ पेज नंबर 20 നോക്കൂ, पन्ना संख्या 20 देखिए. बच्चों, विवरण तैयार करते समय इन बातों पर ध्यान दीजिए. വിവരണം തയ്യാറാക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. बारिश के आगमन की सूचना, മഴ വരുന്നതിന്റെ സൂചന. पेड़ पौधों और नदी नालों में आए बदलाव का वर्णन, മരങ്ങളിലും ചെടികളിലും ജലാശയങ്ങളിലും വന്നിരിക്കുന്ന മാറ്റം. ജീവജന്തുവോं की खुशी का विवरण, ജീവജാലങ്ങളുടെ സന്തോഷത്തെക്കുറിച്ചുള്ള വിവരണം. പിന്നെയോ ഉചിത ശീർഷക്, യോജിച്ച തലക്കെട്ടും കൂട്ടുകാർ നൽകാൻ മറക്കരുത്. जब बारिश आई, बारिश के आने पर धरती हरी भरी हो जाती है. जब आकाश में बादल उठता है, बिजली चमकती है और पानी बरसता है, तब सब जीव जंतु खुश होते हैं. तालाबों, नदियों और कुओं में पानी भर जाता है. पेड़ पौधे हरे भरे हो जाते हैं. सारे खेतों में फसल होती है. मेंढक, बंदर, मोर, पेड़ पौधे, मानव सब खुश होते हैं. കൂട്ടുകാരെ, നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കൂ. ഇതെന്താണ്? പറയൂ. एक पोस्टर है ना? इस पोस्टर में क्या क्या लिखे हैं? पढ़िए. आने वाले दिनों के लिए, वरुण नाളുകൾക്ക് വേണ്ടി. फिर क्या लिखा है? देखिए, बूंद बूंद नहीं बरतेंगे, बरतना ഉപയോഗിക്കുക. तो बूंद बूंद को तरसेंगे, तरसന, ദയനീയമായി കെഞ്ചുക, അപേക്ഷിക്കുക, तरसന. तो बूंद बूंद नहीं बरतेंगे, तो बूंद बूंद को तरसेंगे. बिना बेकार किए हर बूंद का सही इस्तेमाल. क्या है? बिना बेकार किए, പാഴാക്കാതെ, हर बूंद का, ഓരോ തുള്ളിയും, സഹി ഇസ്തേമാൽ നഹീ കരെങ്കെ തോ, ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയില്ല എങ്കിൽ, हर बूंद के लिए
हमें तरसना पड़ेगा. ഓരോ തുള്ളിക്കും വേണ്ടി നമുക്ക് യാചിക്കേണ്ടതായിട്ട് വരും. ഓരോരോ തുള്ളിയും പാഴാക്കാതെ ജലം ഉപയോഗിക്കുകയില്ല എങ്കിൽ നാളെ ഓരോരോ തുള്ളിക്കും വേണ്ടി ദയനീയമായി നമ്മൾ കെഞ്ചേണ്ടി വരും. ठीक है ना? अब पोस्टर का चित्र देखिए. चित्र में क्या क्या है? पानी की बूंदें हैं. फिर क्या है? भूमि है. और क्या है? हाथ हैं. കൈകൾ എന്താണ് ചെയ്യുന്നത് കൂട്ടുകാരെ? पानी का संरक्षण करते हैं. हाथ किसके प्रतीक हैं? കൈകൾ എന്തിന്റെ പ്രതീകമാണ്? കൂട്ടുകാർക്ക് പറയാമോ? മനുഷ്യക്ക്, നമ്മൾ ഓരോ മനുഷ്യന്റെയും പ്രതീകമാണത്. तो बताइए बच्चों, इस पोस्टर का आशय क्या है? വരും നാളേക്കായി നാം എന്ത് ചെയ്യണം? നാം ജലം സംരക്ഷിക്കണം. ठीक है, आने वाले दिनों के लिए हमें पानी का संरक्षण करना है. ഈ കാണുന്നത് എന്താണെന്ന് പറയാമോ? ശരിയാണ്, പല പല അലങ്കാര മത്സ്യങ്ങളുടെ പല പല ചിത്രങ്ങൾ അടങ്ങിയ ഒരു ചിത്രമാണ്. എന്താണ്? പല പല അലങ്കാര മത്സ്യങ്ങൾ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടതാണിത്. പല പല അലങ്കാര മത്സ്യങ്ങളുടെ പല പല ചിത്രങ്ങൾ അടങ്ങിയ ഒരു ചിത്രമാണ്. പല പല ചിത്രങ്ങൾ ചേർന്ന ഒരു ചിത്രത്തെ കൊളാഷ് എന്ന് പറയും. ഈ കൊളാഷിന് പ്രത്യേക ആകൃതിയും ഉണ്ടാവണം. പ്രത്യേക ആകൃതിയിലായിരിക്കണം ചിത്രങ്ങൾ ക്രമീകരിക്കേണ്ടത്. बरसात की झांगियां, कोलाश നോക്കൂ. ചിത്ര പഹച്ചാനേം ബക്സ ഭരേം. ചിത്രങ്ങൾ തിരിച്ചറിയാം, കോളങ്ങൾ നിറയ്ക്കാം. വർഗ് പഹേലി. वर्ग पहेली बुझाएं. ഉത്തരം നോക്കൂ. उत्तर चुनकर लिखें. किसको बहुत प्यास लगी है? बगुले को या बादल को? ഇതിലേതാണോ ശരി ഉത്തരം അത് കൂട്ടുകാർ തിരഞ്ഞെടുത്ത് എഴുതുക. ബന്ദർ ക്യോं ദുഃഖി ഹേ? ഉത്തരം നോക്കൂ. പാനി കഹീ നഹീ ഹേ, ഝമാझम പാനി ബരസ്താ ഹേ. ഇതിലേതാണ് ശരി ഉത്തരം കൂട്ടുകാർ എഴുതുക. ബഗുല और बंदर पहले किससे मिले? बिल्ली से या बादल से? ശരി ഉത്തരം കൂട്ടുകാർ എഴുതുക. बारिश किसके पास मिलेगी? बादल के पास या बबूल के पास? അടുത്ത ചോദ്യം നോക്കൂ. म्याऊ जी कौन है? बिल्ली या बगुला? ഇതിലേതാണ് ശരി ഉത്തരം കൂട്ടുകാർ തിരഞ്ഞെടുത്ത് എഴുതുക. बादल कहाँ फंसा है? बूढ़े बबूल में या बूढ़े बंदर में? ശരി ഉത്തരം കണ്ടെത്തി നോക്കൂ. बूढ़ा बबूल कहाँ रहता है? बादी के पास या बादल के पास? ഇതിലും ശരി ഉത്തരം ഏതാണെന്ന് കൂട്ടുകാർ കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക.
बहुत प्यास डैश है. क्या है? बहुत प्यास ഡാഷ് ഹെ. ബ്രാക്കറ്റിനകത്ത് എന്തെല്ലാം ഉള്ളത്? ലഗി, ലഗ. ഇതിലേതാണ് ശരി ഉത്തരം? അത് കൂട്ടുകാർ തിരഞ്ഞെടുത്തെഴുതേണ്ടതാണ്. अगला प्रश्न देखिए. वे बिल्ली से डैश. वे बिल्ली से डैश. मिला या मिले? മില യാ മിലെ. ഇതിലേതാണ് ശരി ഉത്തരം? കണ്ടെത്തി എഴുതണം. अगला प्रश्न देखिए. बारिश डैश. मिलेगा या मिलेगी? बारिश डैश. ബ്രാക്കറ്റിനകത്തുള്ള ഉത്തരങ്ങൾ മിലേഗ या मिलेगी. अगला प्रश्न देखिए. बादल डैश. फंसा है, फंसी है. क्या है? बादल डैश. फंसा है, फंसी है. ഇതിലേതാണ് ശരി ഉത്തരം? കൂട്ടുകാർ കൃത്യമായിട്ടും കണ്ടെത്തി എഴുതണം. അടുത്ത ചോദ്യം നോക്കൂ. ബൂഢ ബബൂൽ കഹാ ഡാഷ്. ബൂഢ ബബൂൽ കഹാ ഡാഷ്. ബ്രാക്കറ്റിനകത്ത് എന്താ കൊടുത്തിരിക്കുന്നത് നോക്കൂ. रखता है, रखती है. बूढ़ा बबूल कहां डैश. रखता है या रखती है. ഇതിന്റെ ഉത്തരം കൃത്യമായും എഴുതി അധ്യാപികയെ കാണിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ബാരിഷ് കൈസേ മിലി എന്ന ചിത്രകഥ പഠിച്ചു. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് പഠിച്ചു. മഴ വരുമ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കാൻ പഠിച്ചു. ജലസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വർണ്ണിക്കുന്ന പോസ്റ്റർ പരിചയപ്പെട്ടു. ബർസാത് കി ഝാങ്കിയ, മഴയുടെ ദൃശ്യങ്ങൾ, അതിൻ്റെ ഒരു കൊളാഷ് തയ്യാറാക്കാൻ പഠിച്ചു. പിന്നെ എന്താണ് പഠിച്ചത് പറയൂ? വർഗ് പഹേലി ബുझाएं.